പറയാറായിട്ടില്ല. അവൻ ഇപ്പോഴും സൂയിസൈഡലാണ്. അടുത്തറിയാവുന്നവരെ കണ്ട ചിലപ്പോൾ വീണ്ടും അതിന് ശ്രമിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അവൻ പറഞ്ഞതൊക്കെ ഒരു കഥ പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. അല്ല, ജോണിക്ക് പോവാൻ സമയമായില്ലേ? അതിപ്പോ ഈ ഒരു അവസ്ഥയില് യാത്ര മാറ്റിവെക്കുക അതല്ലേ പറ്റൂ. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഒന്നിനും തികയില്ല. എന്നാലും യാത്ര മാറ്റിവെക്കണ്ട. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവൻ ചോദിച്ചത് മുഴുവനും ഉണ്ട്. തിരിച്ചു തരുന്ന കാര്യം ഓർത്ത് ജോണി വിഷമിക്കണ്ട. ഞാനത് റോബിയോട് മേടിച്ചോളാം. ജോണി പൊയ്ക്കും. അവന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. What time is it? എന്നെ തുറന്നുവിടാൻ പറ. എന്നെ അടിക്കല്ലേ, ഞാനൊന്നും ചെയ്തില്ല. എന്നെ അടിക്കല്ലേ. ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. എന്നെ തുറന്നുവിടാൻ പറ. അയ്യോ. Sounds like Spanish. No, I think it's Polish. എനിക്ക് എന്റെ അച്ഛനെ കാണണം. Is Mina around? She would know. Oh no, it's not Polish or Spanish. It's Malayalam. Oh really? What's he saying? I'm not sure. I think you should call Vandana. Is Vandana around? I'll try and get her. എന്നെ തുറന്നുവിടാൻ പറ. റേച്ചൽ, കൂട്ടിന് ആളായില്ല. What time is it? ഇറ്റ്സ് മോർണിംഗ് മിസ്റ്റർ ടൈം. എന്തുവായിരുന്നു ഇവിടെ ഒരു ബഹളം? തലല്ലേ കൊല്ലലെന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അടിപിടി കേസാണോ? ആവോ, എനിക്കറിയില്ല. കഥയൊക്കെ ഇനി ഉണരുമ്പോ കേക്കാം. എന്തായാലും നിനക്ക് ചേരും. വിഷമടിച്ച കേസാ. ഓ, രക്ഷപ്പെടുമോ? ആ, ഇനി കുഴപ്പമൊന്നുമില്ല. ആളെങ്ങനാ? ഗ്ലാമർ ഉണ്ടോ? കിടന്ന് ഉറങ്ങടി പെണ്ണെ. വേണ്ടാത്ത ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എല്ലാത്തിനും വട്ടാന്നാ തോന്നുന്നേ. Enough. Enough. I had enough. Enough. It's enough. I can't take it anymore. I refuse to take it anymore. Yes, I am going to do it. I am going to do it. Hey dude, put the knife down. You want to stop me? You want to stop me? No man, I don't think so. problem. I don't think so. Take a deep breath. 1, 2, 3. Hey man. You are a good Samaritan. You are on TV. Hey, take his name and address. Come on. Hey, thank you. Sir,
This is for a friend in need. Our show is on suicide prevention. Actually, it's a close look upon how people react to suicide. Would you like to say your comments? What is he, crazy? No, he's not crazy. He's Dr. Maddy. Dr. Ramirez, imaging. Dr. Ramirez, imaging. Morning. Morning. Nurse? Take care. മാത്യൂസേ, ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. ചികിത്സിക്കേണ്ടത് തന്നെയും തന്റെ ഭാര്യയാണ്. എടോ, 2 തലമുറക്ക് വേണ്ട പണം താൻ സമ്പാദിച്ചു കൂട്ടിയില്ലേ? അതും കെട്ടിപ്പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും അല്പസ്വല്പം ചെലവാക്കാൻ നോക്ക്. എടോ, മകനും അവന്റേതായ ആവശ്യങ്ങൾ കാണും. അതിനുള്ള പണം കൊടുത്തില്ലെങ്കിൽ അവൻ മോഷ്ടിക്കും. അതുകൊണ്ട് അവന് ക്ലെപ്റ്റോമാനിയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയല്ല വേണ്ടത്. നോ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നും കാലത്ത് തുടരുമ്പോ അവന്റെ ഒരു $25 വീതം വെച്ചു കൊടുക്ക്. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. മലയാളിയാണല്ലേ? ഞാനിന്ന് കുറച്ച് വൈകിപ്പോയി. രാവിലെ ഒന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സക്സസ്. പിന്നെ എങ്ങനെ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു എന്നായിരിക്കും സംശയം. തന്റെ ആത്മഹത്യാശ്രമം അമ്പയെ പരാജയപ്പെട്ടു അല്ലേ? കഷ്ടം. എടോ, 100% ഉറപ്പില്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കലയാണ്. ഏത് കലയും നന്നായി ചെയ്തില്ലെങ്കിൽ ആളുകൾ കൂവും. ബ്രൂട്ടസ്, ഹിറ്റ്ലർ, ജൂഡാസ്, വിൻസെന്റ് വാൻ ഗോഗ്, മർലിൻ മൺട്രോ, ഹെമിംഗ്വേ, ഇവരൊക്കെ അതിമനോഹരമായ ആത്മഹത്യ ചെയ്ത് വിജയിച്ചവരാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ആരാധിക്കുന്ന മറ്റൊരാളുണ്ട്. ഒരു ജപ്പാൻകാരൻ. 1970 ഒരു വലിയ ജനക്കൂട്ടം നോക്കി നിൽക്കുമ്പോൾ വാളുകൊണ്ട് സ്വന്തം വയറ് കീറി ഹരാക്കീരി ചെയ്ത യുക്കിയോ മിഷിമ. അങ്ങനെയാണ് ആൺകുട്ടികൾ. അല്ലാത്തവർ തന്നെ പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കും. ഇതുപോലെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത മന്ദബുദ്ധികളുടെ മനസ്സിനകത്ത് കയറി അവരുടെ നട്ടും ബോൾട്ടോ കഴിച്ചെടുത്ത് ഓയിലിട്ട് ഞാൻ ശരിപ്പെടുത്തി എടുത്തിട്ടുണ്ട്. തന്നെ ഞാൻ അതുപോലെ ഒന്നഴിച്ച് പണിയും. ആത്മഹത്യാശ്രമത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ. നട്ടും ബോൾട്ടും കഴിച്ചെടുക്കാൻ ഞാനെന്താ സൈക്കിളോ? സൈക്കാട്രിയിലോ ഡിഗ്രി കിട്ടിയാലുടൻ ഫ്രോയിഡായി എന്നാ വിചാരം. എന്റെ മനസ്സിനകത്ത് കയറാൻ പോയിട്ട് മനസ്സിന്റെ 4 അയലത്തുനിന്ന് എത്തി നോക്കാൻ പോലും ഇയാൾക്കാവില്ല. എനിക്ക് ഈ ജീവിതം മതിയായെന്ന് തീരുമാനിച്ചത് ഞാനാ. നിങ്ങളും നിങ്ങളുടെ മറ്റോമാരും വിചാരിച്ച എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് ഈ ജീവിതം മടുത്തു. ഐ വാണ്ട് ടു ഡൈ. Nurse.